പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പലർക്കും ഈ മറിയം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് മറിയത്തിൻ്റെ ആ ഒരു വലിപ്പം അല്ലെങ്കിൽ മഹത്വം അല്ലെങ്കിൽ മറിയത്തിലുള്ള പവർ, ശക്തി, അഭിഷേകം എന്തിനും ആട്ടെ, കൃപ എന്താണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് പഴയ നിയമത്തിലെ ഒരു വചനം നമ്മളൊന്ന് വായിക്കുകയാണ്. നമ്മൾ 1 സാമുവേൽ 19-ാം അധ്യായം 19-20 തിരുവചനം ഒന്ന് വായിക്കുകയാണ്. അത് ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്ക് മറിയത്തിലേക്കൊന്ന് കടന്നു വരാം. പ്രിയമുള്ളവരെ, ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂള് ദാവീദിനോടുള്ള അസൂയ മൂലം, വെറുപ്പ് മൂലം ദാവീദിനെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിടുകയാണ്. ഒരു കൂട്ടം ആൾക്കാരെ വിടുകയാണ്. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ ആദ്യമേ ഒന്ന് വായിക്കാം. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു ദൂതനെയല്ല, ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവൽ അവരുടെ നേതാവായി ഇരിക്കുന്നതും സാവൂളിൻ്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് വസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു, അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു, അവരും പ്രവചിക്കാൻ തുടങ്ങി. എന്നാൽ ഇനി വീണ്ടും അതിൻ്റെ 23-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ അങ്ങോട്ട് പോയി, സാവൂള്, കർത്താവിൻ്റെ ആത്മാവ് സാവൂളിൻ്റെ മേലും എന്ന് വെച്ചാൽ അവൻ്റെ മേലും ആവസിച്ചു. റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചു കൊണ്ടിരുന്നു. സാവൂള്. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവലിൻ്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. കണ്ടോ, സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂള് വെറുപ്പുകൊണ്ട് ദാവീദിനെ കൊല്ലാൻ ആളെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലാൻ വരുന്നവരുടെയൊക്കെ ഇരിക്കുന്നത് ബൈബിളല്ല, ജപമാലയല്ല. അവരുടെയൊക്കെ ഇരിക്കുന്ന സാധനം കുന്തവും. സാവൂള് പലപ്പോഴും ദാവീദിന് നേരെ കുന്തം എറിഞ്ഞിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിന് അവർ ഉപയോഗിക്കുന്ന സാധനം ഇന്നത്തെ പോലത്തെ നമ്മൾ ആറ്റം ബോംബും ഭീരങ്കിയും മിസൈലും ഫ്ലൈറ്റും ഡ്രോണൊന്നുമല്ല. ഉപയോഗിക്കുന്ന വാളാണ്. നമുക്കറിയാം, പത്രോസ് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ വന്ന പടയാളിക്കിട്ട് വെട്ടിയത് വാളുകൊണ്ടാണ്. അപ്പം വാളും കുന്തവുമാണ്. അപ്പോൾ ഈ വാളും കുന്തവും പിടിച്ചുകൊണ്ട് ഈ സാവൂള് ദാവീദിനെ പിടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി വിട്ടപ്പോൾ ഇവർ സാമുവലും ദാവീദും ഒക്കെ പ്രാർത്ഥിച്ച് അഭിഷേകം കൊണ്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അഭിഷേകം ആരുടെ മേൽ കയറി? നമ്മുടെ ഈ കൊല്ലാൻ വേണ്ടി വന്നമാരുടെ കയറിയിട്ട് ഇവന്മാർ വെളിച്ചപ്പാടിനെ പോലെ നിന്ന് തുള്ളി തുള്ളി. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ ചിരി വരും, ആത്മാർത്ഥമായി ധ്യാനിച്ചാൽ. കാരണം ഈ കുന്തവും വാളും കൈ പിടിച്ചുകൊണ്ട് പ്രവചിച്ചുകൊണ്ട് നിൽക്കുക, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. വീണ്ടും സാവൂള് ഒരു ടീമിനെ വീണ്ടും അയച്ചു, ദൂതന്മാരെ. അവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതേ അയച്ചു, അവരും പ്രവചിക്കാൻ തുടങ്ങി. അവസാനം സാവൂള് തന്നെ ഗതി കെട്ടിട്ട് സാവൂള് തന്നെ നേരിട്ട് ചെല്ലുക. സാവൂളാണെങ്കിൽ രാത്രിയും പകലും വിവസ്ത്രനായി തുണിയില്ലാതെ കടന്ന് ഈ പരിശുദ്ധാത്മാവ് സാവൂളിൻ്റെ മേലും കയറി സാവൂളും പ്രവചിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മളിവിടെ മനസ്സിലാക്കുക, സാമുവൽ പ്രവാചകനും ദാവീദും അമലോത്ഭവമല്ല. ഒരു ദൈവദൂതന്മാർക്ക് പോലും ജന്മം കൊടുത്തിട്ടില്ല. ദാവീദാണ് വ്യഭിചാരം, കൊലപാതകമൊക്കെ ചെയ്ത വ്യക്തിയാണ്, നമുക്കറിയാം. പക്ഷെ അനുദപിച്ച് തിരിച്ചൊക്കെ വന്നു. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയിൽ ഇത്രമാത്രം കൊല്ലാൻ വരുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എത്ര ശക്തമായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ അയൽവക്കത്തും നമ്മുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ വെറുക്കുന്നവരും നമ്മളെ പീഡിപ്പിക്കുന്നവരും ഉണ്ടെങ്കിൽ അവർ ദൈവത്തിലോട്ട് വരണമെങ്കിൽ ദാവീദിലും സാമുവലും നിറഞ്ഞ അഭിഷേകം നമ്മളിൽ നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൊലപാതകം ചെയ്യാൻ വരുന്നവൻ ആരായി മാറും? അവർ പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് തുള്ളിച്ചാടുന്നവരായി മാറും. പഴയ നിയമത്തിൽ നടന്ന സംഭവമാണ് ഇത്, പുതിയ നിയമത്തിലല്ല. അങ്ങനെയെങ്കിൽ ഈ ദാവീദിലും സാമുവലിലും ഒക്കെ ഇത്രമാത്രം അഭിഷേകം നിറഞ്ഞുവെങ്കിൽ, ഇതാണ് അപ്പസ്തോലപ്രവൃത്തി 1:14 പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരുടെ മേൽ ഈ അഭിഷേകം ഇറങ്ങി വന്നത്. ലൂക്ക 1:44 മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ സാവയോഹന്നാൻ്റെ ഉള്ളിൽ ഈ കയറിയത് ഇതേ പരിശുദ്ധാത്മാവാണ്. ഈ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന, നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന, അത് നമ്മുടെ അമ്മായിമ്മയായിക്കോട്ടെ, നാത്തൂന്മാരായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, അവരിലൊക്കെ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ, അവരുടെ ബന്ധനങ്ങളും കെട്ടുകളും അഴിയണമെങ്കിൽ
നമ്മൾ സാമുവേലിലും ദാവീദിലും നിറഞ്ഞ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ നിറഞ്ഞപ്പോൾ ദാവീദിനെ കൊല്ലാൻ വന്നവരുടെ മേൽ കയറിയ പരിശുദ്ധാത്മാവ് മറിയത്തോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം കൃപ അഭിഷേകം നമ്മുടെ മേൽ വരും. തിന്മയുടെ ശക്തി പരാജയപ്പെട്ടു പോകും. മലാക്കി 4:3 വചനം പറയുന്നുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടനെ നിങ്ങൾ കാലിൽ തകർത്ത് കളയും. അവൻ നിങ്ങളുടെ കാലിൽ ചാരം പോലെയായി മാറും. കാൽക്കീഴിൽ നമ്മുടെ കാൽക്കീഴിൽ സാത്താൻ ചാരം പോലെയായി മാറണമെങ്കിൽ മറിയത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ സാമുവേലും ദാവീദും ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്നും കിട്ടാൻ വേണ്ടിയല്ല. കൊല്ലാൻ വേണ്ടി വരുന്നവൻ ഇവിടെ ആരായി മാറുന്നു? കൊല്ലുന്നില്ലെന്ന് മാത്രമല്ല, സാമുവേലിലൊക്കെ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്, ദാവീദ് നിറഞ്ഞ ആത്മാവ് ഇവരിൽ നിറയുകയാണ്. തുണി പോലും ഇല്ലാതെ ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടിയതുപോലെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഡെലിവറൻസ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലും സൗഖ്യമൊക്കെ കിട്ടും. അപ്പോസ്തലപ്രവർത്തനം 1:8 നമ്മൾ കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും ജെറുസലേമിലും സമറിയായാലും ഒക്കെ നിങ്ങൾ എനിക്ക് സാക്ഷികളായി മാറും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉന്നത ശക്തിക്ക് വേണ്ടി പഴയ നിയമത്തിലൊക്കെ നടന്നതിൻ്റെയൊക്കെ 100 ഇരട്ടി ശക്തി ഒരിക്കലും സാമുവേൽ പ്രവാചകനിൽ നിന്ന് ദൈവമല്ല ആരിലേക്ക് പോയത്, ദൈവത്തിൻ്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ പ്രവചിക്കാൻ തുടങ്ങി. എന്നാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ വന്നത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രമല്ല, ദൈവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ വലിയ മാറ്റമുണ്ടാകും. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരിലും മാറ്റമുണ്ടാകും. നമ്മുടെ ശുശ്രൂഷകളെ തടസ്സപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ വേണ്ട രീതിയിലുള്ള കൃപ നിറയാത്തത് കൊണ്ടാണ്. നോക്കിയേ, ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തവും വാളും പിടിച്ചുകൊണ്ട് വന്നവൻ വെളിച്ചപ്പാട് നിന്ന് തുള്ളുന്ന പോലെ നമ്മുടെ സാവൂളും ടീമുകളും എല്ലാം നിന്ന് തുണി പോലും പറഞ്ഞു പോയിട്ട് പോലും നിൽക്കുന്നില്ല. അത്രമാത്രം തുള്ളലും, അതും കയ്യിലിരിക്കുന്നത് കുന്തവും വാളുമാണ്. എന്നിട്ട് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത, മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭയിൽ എല്ലാം, നമ്മുടെ കുടുംബത്തിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. വലിയ കെട്ടുകളഴിയും. നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറും. ഈ ഭൂമിയിലെ തിന്മയുടെ ബന്ധനത്തിൽ നിന്നൊക്കെ മാറി സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കത് സഹായകമാകും. നമ്മുടെ ആത്മരക്ഷ ഉറപ്പായി മാറും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ ആഴത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വലിയ ദൈവകൃപയ്ക്ക് നമ്മൾ സാക്ഷികളായി നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ മാറാം. അങ്ങനെ നമ്മളൊരു അനുഗ്രഹമായി മാറട്ടെ. അതിനുള്ള കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഇന്നു മുതൽ പ്രാർത്ഥിക്കാം. അങ്ങനെ മറിയം അപ്പസ്തോലന്മാരോട് ചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് വേണ്ടി മറിയം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കും. നമ്മളെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വാസസ്ഥലത്തിലേക്ക് മറിയം നമ്മളെ എത്തിപ്പിക്കും. അതിനുവേണ്ടി മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.